നേപ്പാളിലെ ജെൻസി അഥവാ പുതുതലമുറ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തെരുവിലായിരുന്നു. അതിഗംഭീര പ്രക്ഷോഭമാണ് നേപ്പാളിൽ നടന്നത്. നേപ്പാളിനെയാകെ പിടിച്ചുകുലുക്കിയ ജെൻസിയുടെ ആ സമരരോഷം എന്തിനായിരുന്നു എന്നറിയാമോ? പൊതുവെ അരാഷ്ട്രീയ തലമുറയെന്ന് മുതിർന്നവർ മുൻവിധി കൽപ്പിച്ച ജെൻസി പക്ഷേ നേപ്പാളിൽ തെരുവിലിറങ്ങിയത് ഒരു കൃത്യമായ ആശയ സമരത്തോടെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നേപ്പാളിൽ നടന്ന സമൂഹ മാധ്യമ നിരോധനത്തിന്റെ ചുവട് പിടിച്ചാണ് പുതുതലമുറ തെരുവിലെത്തിയത് എങ്കിലും എത്രയോ മാസങ്ങളായി അവരുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ആത്മരോഷം അണപൊട്ടിയൊഴുകുകയായിരുന്നു അവിടെ. സമരത്തിനൊടുവിൽ സർക്കാർ മുട്ടുമടക്കിയെന്നതും സമൂഹ മാധ്യമ നിരോധനം നീക്കിയെന്നതും സമരത്തിന്റെ നേട്ടം. ഒപ്പം നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി KP ശർമ്മ ഒലിക്ക് രാജിവയ്ക്കേണ്ടി വന്നു എന്നതും വിസ്മരിച്ചുകൂടാ. ആളിപ്പടർന്ന ജെൻസി വിപ്ലവത്തിന്റെ ചൂടിൽ വെന്തുരുകിയാണ് KP ശർമ്മ ഒലി പ്രധാനമന്ത്രി പദം രാജിവെക്കുന്നത്. ആളിപ്പടർന്ന ജെൻസി വിപ്ലവത്തിൽ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും വസതികളടക്കം പ്രക്ഷോഭകർ അഗ്നിക്കിരയാക്കി. പ്രക്ഷോഭം കടുക്കുകയും പാർലമെന്റ് മന്ദിരം, നേതാക്കളുടെ വസതികൾ എന്നിവയുൾപ്പെടെ നിരവധി സുപ്രധാന ഓഫീസുകൾ പ്രക്ഷോഭകർ തകർക്കുകയും പ്രതിഷേധം മറ്റ് നഗരങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ഒടുവിൽ പ്രക്ഷോഭം കലാപമായി മാറിയതോടെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് KP ശർമ്മ ഒലിയുടെ അതിനിർണായക രാജി സംഭവിക്കുന്നത്. നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സഖ്യ സർക്കാരിനെ വരെ താഴെയിറക്കാൻ ഈ സമരങ്ങൾ കാരണമാകുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ആധുനിക കാലത്ത് വളരെ വലിയ വ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന തീരുമാനമായിരുന്നു നേപ്പാൾ സർക്കാർ കൈക്കൊണ്ടത്. സമൂഹ മാധ്യമങ്ങൾ നിരോധിക്കുക. പുതുതലമുറ എന്നാൽ ഉണ്ണാനും ഉറങ്ങാനും വരെ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്നുവരെന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് പതിനായിരക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങി. സത്യത്തിൽ സമൂഹ മാധ്യമങ്ങളില്ലാതെ ജീവിക്കാനാകാത്തതിന്റെ രോഷമായിരുന്നു ജെൻസിയുടെ ആ പ്രക്ഷോഭം. പുറമേ നിന്ന് നോക്കുന്ന പാരമ്പര്യവാദികൾക്ക്, മുതിർന്ന തലമുറയ്ക്ക് അങ്ങനെ തോന്നുമെങ്കിലും സമരത്തിന്റെ മൂലകാരണം മറ്റൊന്നായിരുന്നു. അത് കൃത്യമായ രാഷ്ട്രീയമായിരുന്നു. ഇത്തരമൊരു തീരുമാനമെടുത്ത ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ആ പ്രക്ഷോഭം. ദിവസങ്ങൾ നീണ്ട സമരത്തിൽ പൊലിഞ്ഞത് 1 ഡസനിലധികം ജീവനുകൾ. ഒടുവിൽ സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ഇന്നലെ രാത്രി മുതൽ സമൂഹ മാധ്യമ നിരോധനം നീങ്ങി. പക്ഷേ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ടോ? ഇല്ലായിരിക്കാം. ഒരുപക്ഷെ നേപ്പാളി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഖ്യമായി നടക്കുന്ന ഭരണം വരെ താഴെ പോയേക്കാം. അനിശ്ചിതത്വമാണ് ഇന്നത്തെ നേപ്പാൾ രാഷ്ട്രീയത്തിന്റെ ആകെ തുക. ഒരു രാഷ്ട്രീയ പാർട്ടിയും ആഹ്വാനം ചെയ്യാതെ, ഒരു രാഷ്ട്രീയക്കാരനും മുന്നിൽ നിന്ന് നയിക്കാതെ ഇത്ര വലിയ ഒരു പ്രക്ഷോഭം നടത്തുക, അത് വിജയമാക്കുക എങ്ങനെയെന്ന് തോന്നുന്നുണ്ടാകുമല്ലേ? അവിടെയാണ് അവരുടെ ഉള്ളിൽ മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയമായ അസ്വസ്ഥതയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. യുവാക്കൾ സ്വയം സംഘടിതരായി മുന്നോട്ട് വന്ന് ഏറ്റെടുത്ത പോരാട്ടമായിരുന്നു സമൂഹ മാധ്യമ നിരോധനത്തിനെതിരെ നടന്നത്. കേവലം സമൂഹ മാധ്യമ നിരോധനത്തിനെതിരെ എന്നതിനപ്പുറം സർക്കാരിന്റെ ഏകാധിപത്യ മനോഭാവത്തിനും അഴിമതി ഭരണത്തിനുമെതിരെയായിരുന്നു ആ സമരം. ഒപ്പം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ അടക്കം നിസ്സംഗഭാവം, നേതാക്കളുടെ മക്കളുടെ ആർഭാട ജീവിതം, ഇവയെല്ലാം പുതുതലമുറയെ സമരമുഖത്തെത്തിച്ചു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം അതീവ ഗുരുതരമായ ഒരു രാഷ്ട്രീയ കാരണം ഈ സമരത്തിനുണ്ടായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെയാണ് നേപ്പാളിലെ യുവതലമുറയുടെ ഈ സമരാഗ്നി ലോകത്ത് പുതിയ ചർച്ചാ വിഷയമായത്. അത് നിലവിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏകാധിപത്യ മനോഭാവത്തിനെതിരെയാണ്. ഇന്നും നേപ്പാളിന്റെ രാഷ്ട്രീയ നേതൃത്വം കൈയാളുന്നത് വൃദ്ധരായ ഒരു കൂട്ടം നേതാക്കളാണ്. അവർ സ്വയം മാറാനോ മാറ്റി നിർത്തപ്പെടാനോ ആഗ്രഹിക്കുന്നില്ല. നേതൃത്വത്തിലേക്ക് യുവാക്കൾ കടന്നു വരുന്നതും ഈ വയോധിക നേതൃത്വം ഇഷ്ടപ്പെടുന്നില്ല. അത് ഏതെങ്കിലും ഒരു പാർട്ടിയിലെന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും മാവോയിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസിലായാലും. നിലവിലെ വൃദ്ധരായ ഉന്നത നേതൃത്വം യുവാക്കളെ അടിച്ചമർത്തി ഭരണവും നേതൃത്വവും കൈയാളുന്നു. ഇതിൽ നേപ്പാളിലെ യുവതലമുറ അസംതൃപ്തരായിരുന്നു. ഈ അസംതൃപ്തിയുടെ അഗ്നിപർവ്വതമാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചത് എന്ന സാരം. ഇതിനെതിരെ യുവാക്കളുടെ കൂട്ടായ്മ രൂപപ്പെട്ടിരുന്നു. കൂട്ടായ്മയിൽ ഈ ഏകാധിപത്യത്തിനെതിരെ രോഷം പുകഞ്ഞുകൊണ്ടിരുന്നു. പറ്റിയ ഒരു അവസരത്തിനായി അവർ കാത്തിരുന്നു. അപ്പോഴാണ് നിയോഗം പോലെ സമൂഹ മാധ്യമ നിരോധനം വന്നത്. എന്തായിരുന്നു സമൂഹ മാധ്യമ നിരോധനത്തെക്കുറിച്ച് പുതുതലമുറ സമരക്കാർ പറഞ്ഞത്? വിയോജിപ്പിന്റെ ശബ്ദം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള സർക്കാർ ശ്രമമെന്നാണ് ഇത് സംബന്ധിച്ച സമരക്കാരുടെ വാദം. ജനങ്ങൾക്ക് സർക്കാരിനെതിരെ സംസാരിക്കാവുന്ന ജനാധിപത്യപരമായ ഇടങ്ങൾ ഇല്ലാതാക്കുകയാണെന്ന് അവർ വിശ്വസിച്ചു. സർക്കാർ പറയുന്നതല്ലാതെ മറ്റൊന്നും ജനങ്ങൾ അറിയരുത് എന്ന് ഭരണകൂടം ആഗ്രഹിച്ചിരുന്നു. ഈ ഏകാധിപത്യത്തിനെതിരെ യുവാക്കൾ സംഘടിക്കുമെന്നും പ്രതിഷേധത്തിന്റെ അഗ്നി നേരിടാനാവില്ല എന്നുമുള്ള തിരിച്ചറിവാണ് സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് എന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടി.
ഭരണകൂടത്തിന്റെ അഴിമതിക്കെതിരെ നിരന്തരം യുവാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്നു. അടുത്തിടെ സീബ്ര ക്രോസിംഗിലൂടെ നടന്ന പെൺകുട്ടിയെ മന്ത്രിയുടെ കാർ ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന സ്ഥിതി ഉണ്ടായി. അതിനെ നിസ്സാരവൽക്കരിച്ച് പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന വൻതോതിൽ വിവാദമായി. ഒപ്പം രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുടെ ആർഭാട ജീവിതശൈലിയെ പരിഹസിച്ച് നെപ്പോ കിഡ്സ് ഹാഷ്ടാഗിൽ പ്രചരിച്ച പോസ്റ്റുകളും സർക്കാരിനെ പ്രകോപിപ്പിച്ചു. 9 മാസം മുൻപ് സർക്കാർ ടിക്ടോക്കിന് നേപ്പാളിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അന്ന് പക്ഷേ ടിക്ടോക്കിന്റെ നിരോധനം ജനങ്ങൾക്കിടയിൽ കാര്യമായ അനക്കം സൃഷ്ടിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ലോകത്തെ സുപ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം നിരോധിക്കപ്പെടുന്നത്. രജിസ്ട്രേഷൻ പുതുക്കിയില്ല എന്ന കാരണം പറഞ്ഞ് ഫേസ്ബുക്ക്, വാട്സാപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, എക്സ് പ്ലാറ്റ്ഫോം അടക്കം 26 സമൂഹ മാധ്യമങ്ങൾ ഒറ്റയടിക്ക് നിരോധിക്കപ്പെട്ടു. സ്വാഭാവികമായും ടിക്ടോക്ക് നിരോധനം പ്രതിഷേധത്തിന് പാത്രമാകാത്തതിനാൽ തന്നെ അത് പ്രതീക്ഷിച്ചായിരിക്കും നിരോധനം നടപ്പാക്കിയിട്ടുണ്ടാകുക. ഇക്കുറിയും പ്രതിഷേധങ്ങളില്ലാതെ തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാം എന്ന് സർക്കാർ പ്രതീക്ഷിച്ചു കാണണം. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. സമാനതകളില്ലാത്ത യുവജന പ്രക്ഷോഭത്തിന് സർക്കാർ സാക്ഷ്യം വഹിച്ചു. പോലീസ് വെടിവെപ്പുണ്ടായി. 19ഓളം യുവാക്കൾ കൊല്ലപ്പെട്ടു. പക്ഷേ തങ്ങളുടെ ലക്ഷ്യം അവർ നേടിയെടുത്തു. സർക്കാരിനെ മുട്ടുകുത്തിച്ചു. കൊല്ലപ്പെട്ട 19 പേർ ഭാവിയിൽ ഐതിഹാസിക സമരത്തിന്റെ രക്തസാക്ഷികളായി അറിയപ്പെടും. പക്ഷേ സോഷ്യൽ മീഡിയ നിരോധനം നീക്കുക എന്നതിനപ്പുറം പ്രക്ഷോഭം വളർന്നിട്ടുണ്ട്. വ്യാപകമായ രീതിയിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പുതുതലമുറയെ അടിച്ചമർത്തുന്ന ഏകാധിപത്യ പ്രവണത ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നേപ്പാളി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഖ്യമായി ഭരിക്കുന്ന സർക്കാർ തന്നെ താഴെ വീണേക്കുമെന്ന ആശങ്ക അസ്ഥാനത്തല്ല. ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഖ്യത്തിലുള്ളത് പരമ്പരാഗത പാർട്ടിയായ നേപ്പാൾ രാജാവിന്റെ കാലത്ത് രൂപീകരിക്കപ്പെട്ട നേപ്പാളി കോൺഗ്രസ് ആണ്. അവർക്ക് ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ പിന്തുണ പിൻവലിച്ചേക്കാനും അങ്ങനെ സംഭവിച്ചാൽ സർക്കാർ രാജിവെക്കാനും സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച രാവിലെ മുതൽ നേപ്പാളിലെ കൂടുതൽ മന്ത്രിമാർ രാജിവെച്ചിരുന്നു. കാർഷിക വകുപ്പ് മന്ത്രി രാംനാഥ് അധികാരി, യുവജനകാര്യ മന്ത്രി തേജുലാൽ ചൗധരി, ജലവിഭവ വകുപ്പ് മന്ത്രി പ്രദീപ് യാദവ് തുടങ്ങിയവരാണ് ചൊവ്വാഴ്ച രാവിലെ രാജിവെച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയും രാജിവെച്ചൊഴിഞ്ഞത്. എന്തു വന്നാലും പ്രധാനമന്ത്രി രാജിവെക്കില്ല എന്നായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ ചൊവ്വാഴ്ച രാവിലെ പ്രതികരിച്ചിരുന്നത്. അതിനിടെ പ്രധാനമന്ത്രി ദുബായിലേക്ക് പോകുകയാണ് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടെയാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ ഓലി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത്. നേപ്പാളി കോൺഗ്രസിന്റെ പിന്തുണയോടെ 2024 ജൂലൈ മുതൽ 4ാം തവണ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു ഓലി. തന്റെ ശക്തമായ നിലപാടുകൾക്കും ദേശീയവാദ നയങ്ങൾക്കും പേരുകേട്ട ഒലി സ്ഥിരതയും സമൃദ്ധിയും വാഗ്ദാനം ചെയ്താണ് അധികാരത്തിലെത്തിയത്. എന്നാൽ വർദ്ധിച്ചു വരുന്ന അശാന്തിക്കും സ്വേച്ഛാധിപത്യ ആരോപണങ്ങൾക്കും ഇടയിലാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. പ്രധാനമന്ത്രിയും 25 മന്ത്രിമാരും അടങ്ങുന്നതാണ് നേപ്പാൾ സർക്കാരിന്റെ മന്ത്രിസഭ. നേപ്പാളി കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളും, അതായത് യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിസ്റ്റ് ചേർന്നുള്ള സഖ്യകക്ഷി സർക്കാരാണ് ഇപ്പോൾ നേപ്പാളിലുള്ളത്. ഇനി നേപ്പാളിന്റെ ആകെ ചരിത്രം പരിശോധിച്ചാലും കൃത്യമായ ഒരു ഭരണ പ്രതിപക്ഷ സംവിധാനം അവിടെ ഇല്ല എന്ന് മനസ്സിലാകും. 3 പാർട്ടിയുണ്ടെങ്കിലും കൃത്യമായ പ്രതിപക്ഷം എന്നൊന്ന് നേപ്പാളിലില്ല. എപ്പോഴും സഖ്യം മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും, അല്ലെങ്കിൽ കോൺഗ്രസും മാവോയിസ്റ്റുമായി ചേർന്ന് അങ്ങനെയാണ് ഭരണം നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നേപ്പാളിൽ ഇനി സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ കണ്ടുതന്നെ അറിയണം.